കുട്ടികൾക്ക് ശ്വാസമുട്ട് അലർജിയൊക്കെ ഡോക്ടറെ എത്ര ദിവസം കൊണ്ട് മാറ്റി കൊടുക്കാൻ പറ്റും? ഞാൻ 5 ദിവസം പറയുന്നത് എന്തിലും 5 ദിവസം നമുക്ക് വ്യത്യാസം ഉപയോഗിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. സോഷ്യൽ മീഡിയ ഇല്ല, അതെ, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. മനസ്സിലായോ? ആവശ്യമില്ലാതെ ഈ സെഡേറ്റീവ് മരുന്നുകൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഫലപ്രദമായിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. അലർജി പ്രോബ്ലം ആണ്, അതേപോലെ സൈനസ് പ്രോബ്ലം ആയിരുന്നു. കഴിഞ്ഞിട്ട് ഇതിവിടെ അലോപ്പതി ഹോമിയോപ്പതി എല്ലാം വാങ്ങിച്ചു കൊടുത്തു. ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ പോയി, എന്നിട്ട് മാറ്റമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് കാണിച്ച ശേഷം നല്ല കുറവുണ്ട്. എത്ര ദിവസമായി ചേച്ചി ഇവിടെ വന്നിട്ട്? വന്നിട്ട് 1 മാസമായി. 1 മാസമായി കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഞാനത് പറയുന്നത് എനിക്കൊരു പരസ്യത്തിന് വേണ്ടിയിട്ടല്ല. കാരണം ഒരുപാട് പാരൻസ് സഫർ ചെയ്യുന്നുണ്ട് കുട്ടികളെ കാരണം. പ്രത്യേകിച്ച് അഡിനോട് രോഗം ഉണ്ടല്ലോ, സർജറി ആവശ്യമില്ലാതെ സർജറിയോട് അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അടിയിലൂടെ നമുക്ക് സർജറി കൂടാതെ പരിഹരിക്കാൻ പറ്റും. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറയിലുള്ള രഞ്ജിത മേഡത്തിൻ്റെ ഹോസ്പിറ്റലാണ്. കഴിഞ്ഞ 1 മാസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര വലിയ ശ്വാസമുട്ടും അലർജിയൊക്കെ ഉള്ളവരും ഈ ഒരു ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ വെറും 5 ദിവസം കൊണ്ട് തന്നെ അവരുടെ അസുഖം മാറുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു ഹോസ്പിറ്റലിൽ വരികയും അവരുടെ അസുഖമൊക്കെ മാറിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇടുകയും അതുപോലെ തന്നെ എന്നെ വിളിച്ച് തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് വന്ന കൂട്ടത്തിൽ രഞ്ജിത മേഡത്തെ ഒന്ന് കാണാനായിട്ട് ഇവിടെ വന്നതാണ്. മേഡം എന്തിൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്? തൈറോയിഡ്. എത്ര പ്രാവശ്യം മൊത്തം ഇവിടെ വന്നിട്ടുണ്ട്? 3 തവണ വന്നിട്ടുണ്ട്. മേഡത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്തെങ്കിലും തരത്തിലൊരു മാറ്റം വന്നിട്ടുണ്ടോ? നല്ല മാറ്റമുണ്ട്, നല്ല റിസൾട്ടാണ്. മെയിനായിട്ട് ഡയറ്റ് ഫോളോ ചെയ്ത് പോകുക, അത്രേ ഉള്ളൂ. ഈ ഒരാഴ്ചയുടെ തുമ്മലൊന്നും വന്നിട്ടില്ല, കണ്ണ് ചൊറിച്ചിൽ ചെവി ചൊറിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻഹേലർ സ്റ്റോപ്പ് ചെയ്താ? 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തല്ലോ. ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. ജെന്യുവിനായിട്ട് ഇവിടെ വന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉറപ്പായിട്ടും. കാരണം ഞാൻ 5 വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ആളാണ് ഈ ശ്വാസം മുട്ടൽ. ഒരു ഡെയിലി ഇൻഹേലർ യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ. ശ്വാസം മുട്ടൽ, തുമ്മൽ, അലർജിയൊക്കെ എല്ലാം ഉണ്ട്. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് എനിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഞാൻ. അങ്ങനെയാണ് മേഡത്തിൻ്റെ വീഡിയോ ആണ് ഇടേണ്ടായത്. ഞാൻ ഒരുപാട് മെഡിസിൻസ് ഒക്കെ പരീക്ഷിച്ച് നോക്കിയത്, ഒരു മാറ്റമില്ല. അപ്പോൾ വീഡിയോയിൽ കണ്ടു ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ ശ്വാസം മുട്ടൽ മാറ്റി കൊടുക്കുക എന്നുള്ള വീഡിയോ 5 ദിവസം കൊണ്ട് അങ്ങനെ വന്ന് മേഡത്തിനെ കണ്ടതാണ്. ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞു. ഒരു 2 ദിവസം നല്ല മാറ്റം. നിങ്ങൾക്ക് എന്ത് രോഗം വന്നാലും എല്ലാവർക്കും ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ എനിക്കിത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ അലർജി. ഇപ്പം അൻഷിയുടെ കുഞ്ഞിന് അലർജി ഉണ്ട്, ഹസ്ബൻഡിനുണ്ട്. എന്തുകൊണ്ടാണ് ഒരു വീട്ടിൽ താമസിക്കുന്ന 4 പേരുണ്ടെങ്കിൽ 2 പേർക്ക് മാത്രം അലർജി ഉള്ളത്? അത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഇമ്മ്യൂണിറ്റിയാണ് പ്രശ്നം. അവരുടെ പ്രതിരോധ ശേഷി ഹൈപ്പർ റിയാക്ട് ചെയ്യുന്നതാണ് പ്രശ്നം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവരുടെ ഇമ്മ്യൂണിറ്റിനെ കാം ഡൗൺ ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അതുപോലെ തന്നെ വയറിൻ്റെ പ്രശ്നം, ഗ്യാസ്, അസിഡിറ്റി, മലബന്ധം എന്തുകൊണ്ട് വരുന്നു? പല റീസൺസ് ഉണ്ട് ഗ്യാസ് വരാനായിട്ട്. ദഹനരസങ്ങളുടെ കുറവാണോ, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കുറവാണോ, ഗട്ടിൽ, അതായത് നമ്മളുടെ കുടലിൽ കുറേ നല്ല പ്രോബയോട്ടിക്സ് ഉണ്ട്, അതിൻ്റെ കുറവാണ്. എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് കണ്ടെത്തി അതിനെ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അന്നേരം നമ്മളുടെ പ്രശ്നത്തിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ കിട്ടും. അപ്പോൾ അതാണ് ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്കൊരു പെർമനൻറ്റ് സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. മനസ്സിലായി? ഈ പേഷ്യൻറ്റിന് ശരിക്കും പറഞ്ഞാൽ 2 ഫുട്ടിലും എക്സീമ ആയിരുന്നു. സിവിയർ ആയിട്ടുള്ള ചൊറിച്ചിലും സ്കെയിലിങ്സ്, അതായത് പൊരിക്ക പോലെ ഇളകുന്നുണ്ടായിരുന്നു. വന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ ഇത് ഒരു മാസവും 2 ആഴ്ചയുമായി. അപ്പോഴേക്കും ഇത്രയും ക്ലിയർ ആയി, കംപ്ലീറ്റ് ആയി. ഒരുപാട് പോലും ഇല്ല, സത്യമാണോ? അതെ, ഇവിടെ വന്ന സമയത്ത് എനിക്ക് നല്ലപോലെ ചൊറിച്ചിലുണ്ടായിരുന്നു. ഡോക്ടർ തന്ന മെഡിസിൻ കഴിച്ചതിന് ശേഷമാണ് എനിക്ക് ആ ചൊറിച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് മാറിയത്. ഇപ്പം എത്ര നാളായി ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്? ഞാനിപ്പോൾ വന്നിട്ട് ഇപ്പോൾ 1.5 മാസത്തോളം. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള അഡിനോയിഡ് രോഗം, കുട്ടികൾക്കുണ്ടാകുന്ന അഡിനോയിഡ് രോഗം. അവർക്ക് നിരന്തരമായിട്ടുള്ള സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ട്, തുമ്മൽ, കണ്ണ് ചൊറിച്ചിൽ, ചെവി ചൊറിച്ചിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഫലപ്രദമായിട്ട് ചികിത്സിക്കാം. അതുപോലെ തന്നെ മുതിർന്നവർക്കുള്ള അലർജി രോഗം, സ്കിൻ പ്രശ്നങ്ങൾ, എക്സീമ, ഡെർമറ്റൈറ്റിസ്, സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ എന്തുകൊണ്ട് ട്രിഗർ ആവുന്നത് കണ്ടുപിടിച്ച് നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. വയർ സംബന്ധമായിട്ട് ഗ്യാസ്, അസിഡിറ്റി, മലബന്ധം, IBS, അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള അസുഖമാണ്. അതായത് ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി. ഞാൻ എൻ്റെ കുറേ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് IBS ഉണ്ടാവുന്നു, എങ്ങനെ നമുക്കത് പരിഹരിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെ നമുക്ക് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റും. വെരിക്കോസ് വെയിൻ, തൈറോയ്ഡ് രോഗം, ഫാറ്റി ലിവർ, ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. ഡയബറ്റിസ്, ഇതൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണ ക്രമീകരണം, ഡയറ്റും ചെറിയ സപ്ലിമെൻറ്റ്സിലൂടെ നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ദൂരമാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്ത് സംസാരിക്കാം. എന്നെക്കൊണ്ട് പറ്റുന്ന കേസുകൾ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. എനിക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. അതെനിക്ക് ഞാൻ സംസാരിച്ച് ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്ത് എനിക്ക് ഓക്കെയാണ്, ഞാൻ ചെയ്യും എന്നുള്ളത് മാത്രമേ ഞാൻ എടുക്കൂ. അല്ലാതെ ഞാൻ അവരെ കൊണ്ട് വെറുതെ ആൾക്കാരെ കൊണ്ട് ഞാൻ മരുന്നും കാര്യങ്ങളും ഞാൻ കഴിപ്പിക്കത്തില്ല. അങ്ങനെ എനിക്കത് നിർബന്ധമാണ്. ഞാനിപ്പോൾ ട്രീറ്റ് ചെയ്യുന്നവർക്ക് കുറയണം എന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ. അതിപ്പം ദൂരമാണെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്ത് സംസാരിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും.
ഇവിടെ വന്നപ്പോൾ കൊളസ്ട്രോൾ ഒക്കെ കൂടുതലായിരുന്നു കൊളസ്ട്രോൾ കൂടുതലായിരുന്നു, സ്ട്രെസ് ലെവൽ കൂടുതലാണ്, വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രെസ് ലെവൽ. നല്ല ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിൽ നല്ല വ്യത്യാസമുണ്ട്. ഒരു 3 വർഷമായിട്ട് ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ തന്നെയാണ്. കൊളസ്ട്രോൾ ഒക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എത്രയുണ്ട് കൊളസ്ട്രോൾ നോർമൽ 100 അത്ര റേഞ്ച്. കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? എന്നാൽ മാറ്റം കിട്ടും, നമുക്ക് ഒരു പ്രയോജനത്തോടെ വരാം. നല്ല ശ്വാസമുട്ടൊക്കെ ഉണ്ടായിരുന്നോ മോന്? നല്ല ഇരുമലും തുമ്മലും അലർജി പ്രോബ്ലമായിട്ട് രാവിലെ എണീറ്റാൽ നല്ല തുമ്മൽ വരും, ജലദോഷം, മൂക്കടപ്പ് എല്ലാം 2 മണിക്കൂർ 1 മണിക്കൂർ നിൽക്കും. രാവിലെ അവന് തന്നെ നല്ല പ്രയാസമാണ്, രാവിലെ എണീറ്റാൽ തന്നെ രാവിലെ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ശേഷം ഇപ്പം മരുന്ന് കഴിച്ച ശേഷം നല്ല ആശ്വാസമുണ്ട്. വരാൻ പറ്റുന്ന ഡോക്ടർ നല്ല ഫ്രണ്ട്ലിയാണ്. നമ്മൾ പ്രശ്നങ്ങളെ പഠിച്ചിട്ട് ഇൻഡിവിജ്വലായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് റെഫർ ചെയ്യാറുള്ളത്.